അതിൻ്റെ ഒന്നാമത്തെ ചിന്ത പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ ഭാഗം അല്ല ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ ചിന്തയ്ക്കായി എൻ്റെ പ്രമേയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ ഭാഗത്തുള്ള ഒരു സന്ദേശമാണ്. എന്നാൽ നിങ്ങൾ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ സവിസ്തരം എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമുണ്ട്. അഭിഷക്തൻ്റെ കരാങ്കുലികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ആ സന്ദേശം പറഞ്ഞവസാനിപ്പിക്കുന്നത് അവനെ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഒന്ന് ഞാൻ പറയാം, ഏത് വിഷയം നിന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, ഏത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, ആമേൻ, നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കാൻ കരുത്തുള്ള ഏക സ്ഥലം എന്ന് പറയുന്നത് യേശുവിൻ്റെ മുൻപിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്റെ കരാങ്കുലികളിൽ ആലേഖനം ചെയ്യപ്പെട്ടത് അവനെ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു. 4 പേര് കട്ടിലിന്റെ 4 കാലിൽ പിടിച്ചുകൊണ്ട് യേശുവിരിക്കുന്ന വീടിന്റെ മുറ്റത്തോളം കടന്നു വന്ന് വഴി കാണാതെ പകച്ചു നിന്ന് വീടിന്റെ ഓട് പൊളിച്ച് വീടിന്റെ അകത്തേക്ക് ഇറക്കി യേശുവിന്റെ മുൻപിൽ ഇറക്കി വെക്കുമ്പോൾ അവർക്കൊരു ചിന്തയുണ്ട്. യേശുവിന്റെ മുൻപിൽ കൊണ്ടുവരാതെ ഇവന്റെ രോഗത്തിനൊരു മാറ്റമുണ്ടാകത്തില്ല. അർത്ഥാൽ ലോകത്തിന്റെ അകത്ത് ഏതൊക്കെ വൈദ്യന്മാരുണ്ടെങ്കിലും, ഏതൊക്കെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടെങ്കിലും, ഏതൊക്കെ മെഡിക്കൽ സയൻസുകൾ ഉണ്ടെങ്കിലും, ഏതൊക്കെ ആചാര്യന്മാരുണ്ടെങ്കിലും, ഏതൊക്കെ മഹാഗുരുക്കന്മാരുണ്ടെങ്കിലും, ഏതൊക്കെ അവതാരങ്ങൾ അവതരിച്ചു കടന്നു വന്നിട്ടുണ്ടെങ്കിലും, ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ പറയുന്നു, ഉലകത്തിന്റെ അകത്തളത്തിലേക്ക് ഉടയവൻ പറഞ്ഞു വിട്ട ഒരു അവതാരമുണ്ടെങ്കിൽ അവനിൽ കൂടി അല്ലാതെ രക്ഷയില്ല, അവനിൽ കൂടി അല്ലാതെ സൗഖ്യമില്ല, അവനിൽ കൂടി അല്ലാതെ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമില്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്കളാണ് ആ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് കട്ടിലോട് ഇറക്കി വെച്ചത്. കാരണം അവർക്കൊന്നറിയാം, ഇന്നലകളിൽ കൈവിട്ട വൈദ്യന്മാർ നോക്കി നിൽക്കുകയാ, ഇന്നലകളിൽ കൈവിട്ട ഡോക്ടേഴ്സ് നോക്കി നിൽക്കുകയാ, ഇന്നലകളിൽ കൈവിട്ട ആശുപത്രികൾ നോക്കി നിൽക്കുകയാ. പക്ഷേ നോക്കി നിൽക്കാതെ വിടുതൽ നൽകുവാൻ കരുത്തുള്ള ഒരുവനുണ്ട്. അവന്റെ പേരിന്ന് രാത്രിയിൽ ഞങ്ങൾ അഭിമാനത്തോടെ ഉയർത്തുന്നു. നസ്രയനായ യേശു ക്രിസ്തു. വിശ്വാസമുള്ളവർ കരം തട്ടി എന്റെ യേശുവിന് ഒരു നന്ദി പറയട്ടെ. ആ ഭാഗത്ത് നിന്ന് വിട പറയുകയാണ്. എൻ്റെ പ്രമേയം അതല്ലാത്തത് കൊണ്ട് അവിടേക്ക് ഓടി വരേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ആമേൻ ആ ഭാഗത്തുനിന്ന് വേഗത്തിലൊന്ന് വഴുതി മാറുന്നു. ആമേൻ ആ ചിന്തയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു. നമുക്കെല്ലാവർക്കും വീടുകളുള്ളവരാ. ഹലോ, വാടകയ്ക്കാണേലും നമുക്കെല്ലാം വീടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. കൊച്ചു കൂരകളാണെങ്കിലും, ഓലമറ കെട്ടിയതാണെങ്കിലും, പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയതാണെങ്കിലും, ടാർപോളിൻ വലിച്ചു കെട്ടിയതാണെങ്കിലും എല്ലാം നമുക്കെല്ലാം ഒരു കൂരയുണ്ട്, ഒരു വീടുണ്ട്, സ്വന്തമായിട്ടല്ലെങ്കിൽ പോലും. എന്നാൽ ഈ വീടിൻ്റെ മുറ്റത്തേക്ക് മാത്രമല്ല, വീട്ടിലേക്ക് പോകാനും നമുക്കെല്ലാവർക്കും ഒരു വഴിയുണ്ട്. വഴിയില്ലാത്ത ആരും ഇവിടെ ഇല്ല. എല്ലാ വീടുകളിലേക്കും പോകാൻ 2 അടി വഴിയാണെങ്കിലും എല്ലാവർക്കുമുണ്ട്. ആ ചിന്ത ഞാൻ നിങ്ങളുടെ മുൻപിലേക്കൊന്ന് നീട്ടിത്തരാം. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ സ്ഥലം മേടിക്കുമ്പോൾ, 5 സെന്റ് സ്ഥലം മേടിക്കുമ്പോൾ 2.5 അടി വഴിയെങ്കിലും നമ്മൾ ചോദിച്ചെന്ത് ചെയ്യും? മേടിക്കാറുണ്ട്. വഴി പിൽക്കാലത്ത് വരുമ്പോഴാണ് 2.5 അടി വഴിയൊക്കെ ഒന്ന് അളന്നു നോക്കുമ്പോൾ 4.5 അടി വഴിയൊക്കെ ആക്കിയ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, ആക്കിയവർ ദൈവത്തോട് കണക്ക് പറയട്ടെ. ആ ഭാഗത്തിൽ നിന്ന് വിട പറയാം. അപ്പോൾ എല്ലാ വീട്ടിലേക്കും പോകാൻ ഒരു വഴിയുണ്ട്. വീടിന്റെ മുറ്റം വരെയല്ല, വീടിന്റെ അകത്തേക്ക് കയറാനും നമുക്ക് വഴിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചെന്നിരിക്കട്ടെ. ഇങ്ങനെ പോയാൽ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വിളിച്ചെന്നിരിക്കട്ടെ. ഈ ആരാധന കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഞാനും അജയൻ പാർസും കൂടിയോ, അല്ലെങ്കിൽ ഞാനും മറ്റുള്ള സഹോദരന്മാരാരെങ്കിലും കൂടി നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരുമ്പോൾ, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോളം വന്ന് മുറ്റത്ത് വാഹനം നിർത്തി വീടിൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കോളിംഗ് ബെല്ലിൻ്റെ ബെല്ലിൽ അമർത്തി അകത്ത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഞങ്ങളെ ആനയിക്കുവാനും സ്വീകരിക്കും
സ്വീകരിക്കുവാനും ഞങ്ങളുടെ അരികിലേക്ക് ഓടി വന്ന് നിങ്ങളുടെ വീടിൻ്റെ കതക് തുറന്ന് ഞങ്ങളെ നിങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് നിങ്ങൾ ആദരിച്ച് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ പറയാറുള്ളൊരു പദമുണ്ട്, പാസ്റ്റേ, അകത്തേക്ക് വന്നാലും. ഈ പദം കേട്ട് ഞാൻ നിങ്ങളുടെ വീടിൻ്റെ കതകയിൽ പിടിച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, അകത്തോട്ട് കയറാനുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ പരം ഗതികെട്ടവൻ ഈ ലോകത്തുണ്ടാകത്തില്ല. മനസ്സിലായില്ല? നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് നിങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി നിങ്ങളുടെ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വിളിച്ചു എന്നെ. ആ വാതിൽപ്പടിയിൽ ചവിട്ടി നിൽക്കുന്ന ഞാനും എൻ്റെ കൂടെയുള്ള സഹോദര വൃന്ദങ്ങളും ചോദിക്കുകയാണ്, അകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ പരം ഹതഭാഗ്യന്മാർ ഈ ലോകത്തിലുണ്ടാകത്തില്ല. അർത്ഥാൽ വീടിന്റെ മുറ്റം വരെ മാത്രമല്ല, വീടിന്റെ അകത്തേക്ക് കയറാനും എല്ലാവർക്കും വഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങാനും റോട്ടിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാനും സകല സാർവത്രിക മേഖലകളിലേക്ക് സഞ്ചരിക്കാനും സഞ്ചാരപാതകളും വഴിത്താരകൾ എല്ലാവർക്കുമുണ്ട്. അർത്ഥാൽ നമ്മുടെ വീടിന്റെ അകത്തേക്ക് വരെ നമുക്കെല്ലാവർക്കും വഴിയുണ്ട്. പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ട് ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട്. അപ്പോൾ വഴിയില്ലാത്തത് കൊണ്ടല്ല, അത്രയും നേരം ആ വീടിന്റെ അകത്തേക്ക് ആളുകൾ കയറിയിട്ടുണ്ട്. അർത്ഥാൽ യേശു ആ വീടിന്റെ അകത്തുണ്ട്. അപ്പോൾ ആ വീടിന്റെ വാതിൽ തുറന്ന് യേശുവും വീടിന്റെ അകത്തു കയറി. പക്ഷേ ഒരു വിടുതൽ മേടിക്കേണ്ടുന്ന, വിടുതൽ അനുഭവിക്കേണ്ടുന്ന ഒരു മനുഷ്യനെ കട്ടിലിൽ ചുമന്നുകൊണ്ട് 4 പേർ വീടിന്റെ മുറ്റത്തോളം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവനെ അകത്തു കൊണ്ട് ചെല്ലുവാൻ വഴി കാണുന്നില്ലെന്ന്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പ്രവചനാത്മാവിൽ ഒരു ആലോചന ഞാൻ പറയാം. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ വഴി കാണാതെ പകച്ചു നിൽക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്തുണ്ട്. മുൻപോട്ട് ഗമനാഗമനങ്ങൾക്ക് വിഘ്നം സംഭവിച്ച്, മുൻപോട്ടുള്ള പാത എവിടെയൊക്കെയോ തടസ്സമുണ്ടായി, മുൻപോട്ടുള്ള വഴി എവിടെയൊക്കെയോ അടഞ്ഞ്, മുൻപോട്ടുള്ള പോകുന്ന വഴിയിലുള്ള വാതിലുകൾ എവിടെയൊക്കെയോ കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. നിന്റെ വഴി ആരെങ്കിലുമൊക്കെ അടച്ചാലും, നിന്റെ വഴി എവിടെയെങ്കിലുമൊക്കെ അവസാനിച്ചാലും, ഇന്ന് രാത്രി വഴി അടഞ്ഞു നിൽക്കുന്നവരുടെ നടുവിൽ സ്വർഗം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് രാത്രി വഴി തുറക്കാൻ പോകുകയാ. വിശ്വാസമുള്ള ദൈവമക്കൾ കരമടിച്ചടുത്ത 30 സെക്കൻഡ് എന്റെ യേശുവിനൊരു ആരാധന കൊടുക്കട്ടെ. വഴി കാണാതെ പകച്ചു നിൽക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രിയിലും ഈ പ്രാർത്ഥനാ യോഗത്തിന്റെ അകത്തളത്തില് അണിയിച്ചൊരുക്കിയിരിക്കുന്ന വർണ്ണശബളമായ ആലയത്തിന്റെ അകത്തളത്തിൽ കടന്നു വരുമ്പോഴും നിങ്ങളുടെ ചിന്താമണ്ഡലത്തിന്റെ അകത്തുരുത്തിരിയുന്ന ചിന്ത എന്താണെന്നറിയാം? ുള്ള പാത അടഞ്ഞു പോയിരിക്കുകയാ. നാളെയെക്കുറിച്ച് പോലും ഒരുപക്ഷെ നാളെയുടെ നാളകളിൽ അടഞ്ഞുപോയ വാതിലുകൾ കണ്ട് എന്താകും അന്തമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, മാറിപ്പോകാത്തൊരു വചനം പറയുന്നു. ആരൊക്കെ വാതിൽ അടച്ചു കളഞ്ഞാലും, ആരൊക്കെ വഴി അടച്ചു കളഞ്ഞാലും, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഈ ആലയത്തിന്റെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്റെ സ്വർഗം ഇന്ന് രാത്രിയിൽ വഴി തുറക്കുവാൻ പോകുകയാ. വഴി അടച്ചു വെച്ചിരിക്കുന്നവർക്ക്, വഴി അടഞ്ഞു നിൽക്കുന്നവർക്ക് ഇന്ന് രാത്രിയിൽ ഒന്നും കാണാൻ കഴിയാത്ത നിലവാരത്തിൽ വേദനയുടെ തീച്ചൂളയിലൂടെ സഞ്ചരിക്കുന്ന ചില ആളുകളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കുഞ്ഞേ, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ ഭാഗത്ത് നിന്ന് ഓടി മാറുന്നതിന് മുൻപ് ആ ചിന്തയ്ക്ക് പ്രാർത്ഥനയോടെ ഒന്ന് തുടക്കം കുറിച്ച് എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് വിരമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണമേ. ആ ഭാഗത്ത് സവിസ്തരമായി എഴുതിയിരിക്കുന്ന പദമാ വഴി കാണാഞ്ഞിട്ട്. അപ്പോൾ വഴിയില്ലാത്തത് കൊണ്ടല്ല, അവർ കാണുന്നില്ല വഴി. അതിൻ്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞാൽ വഴി കാണാത്തത് കൊണ്ടല്ല മകനെ, വഴി കൊടുക്കാത്തത് കൊണ്ട്. ആരൊക്കെയോ ചേർന്ന് വഴി കൊടുക്കാതെ അവരുടെ ജീവിതത്തിന്റെ അകത്തളത്തിൽ നന്മയിലേക്ക് പ്രവേശിക്കാതെ വഴി അടഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അവരോട് ഞാൻ പറയുന്നു, കുഞ്ഞെ, ഭാരപ്പെടരുത്, സ്വർഗം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ്.
നല്ലൊരു ആമേൻ പറയാവോ? ഇന്ന് രാത്രിയിൽ കണ്ണുനീരോടെ നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നതിൻ്റെ കാരണം, നിലവിളിയോടെ ഇതിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ കാരണം, ഈ വഴി ആരെങ്കിലും ഒന്ന് തുറന്നു തന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആമേൻ. ആരും തുറക്കുമെന്നോർത്ത് നീ ഭാരപ്പെടണ്ട, ഓടണ്ട, അലയണ്ട. ഇന്ന് രാത്രി സ്വർഗം അത് തുറക്കുക തന്നെ ചെയ്യും. ആ ചിന്തയിലേക്കൊന്ന് വരണമെങ്കിൽ ആമേൻ അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യം മുതലുള്ള ഭാഗം നമ്മളൊന്ന് ചിന്തിക്കണം. എന്നെ ശ്രദ്ധിക്കണേ, വായിക്കുന്നില്ല, നമ്മൾ ആ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ 1-ാം ഭാഗം മുതൽ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഏകദേശം ആ ഭാഗത്തെ ആമേൻ 3 ഘട്ടങ്ങളായിട്ടാണ് 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ സെക്ഷനെ തിരിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം നമ്മൾ താഴോട്ട് നമ്മൾ വായിച്ച വേദഭാഗം വരെ വരുമ്പോൾ ഏകദേശം 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 1-ാമത്തെ ഭാഗത്ത് യേശു ക്രിസ്തു ആമേൻ ഗെനസരേത്ത് തടാകത്തിന്റെ കരയിലേക്ക് എന്ത് ചെയ്യുന്നു? ആമേൻ നടന്നു വരികയാണ്. 2-ാമത്തെ ഭാഗത്ത് യേശു ക്രിസ്തു പട്ടണത്തിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. 3-ാമത്തെ ഭാഗത്ത് യേശു എവിടെ ഇരിക്കുന്നു? വീടിന്റെ അകത്തിരിക്കുന്നു. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. 1-ാമത്തെ ഭാഗത്ത് യേശു എവിടെയാണുള്ളത്? ഗെനസരേത്ത് തടാകത്തിന്റെ കരയിലിരിക്കുന്നു. 2-ാമത്തെ ഭാഗത്ത് യേശു പട്ടണത്തിലിരിക്കുന്നു. 3-ാമത്തെ ഭാഗത്ത് യേശു വീടിന്റെ അകത്ത് ഇരിക്കുന്നു. അപ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ വേദഭാഗത്തെ അവിടെ തിരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടുന്ന ഒരു ഭാഗം ഇതാണ്. ഈ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കുമ്പോഴും ഇവിടെ 3 തരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. 1-ാമത്തെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗെനസരേത്ത് തടാകത്തിന്റെ കരയിലേക്ക് യേശു കടന്നു വരുന്നുണ്ട്. അർത്ഥാൽ അവിടെ യേശു ഉണ്ട്. ആമേൻ. 2-ാമത്തെ ഒരു ചിന്ത അവിടെ കാണുന്നത് യേശു മാത്രമല്ല, അവിടെ പുരുഷാരമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? 3-ാമതൊരു വ്യക്തിയെ അവിടെ കാണുന്നുണ്ട്. അത് പടകിൽ നിരാശ അനുഭവിച്ചിരിക്കുന്ന ശീമോൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ 1-ാമത് യേശുവുണ്ട്, 2-ാമത് പുരുഷാരമുണ്ട്, 3-ാമത് ശീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ഇനി 2-ാം ഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു പട്ടണത്തിലിരിക്കുകയാ. അപ്പോൾ പട്ടണത്തിൽ ആരുണ്ട്? യേശുവുണ്ട്. പട്ടണത്തിന്റെ അകത്ത് ആരുണ്ട്? പുരുഷാരമുണ്ട്. പട്ടണത്തിന്റെ പുറത്തു നിന്ന് ഒരു മനുഷ്യൻ ഓടി പട്ടണത്തിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. അർത്ഥാൽ ഒരു കുഷ്ഠരോഗിയെയും അവിടെ കാണുന്നുണ്ട്. നോക്ക്, യേശുവുണ്ട്, പുരുഷാരമുണ്ട്, കുഷ്ഠരോഗിയുണ്ട്. 3-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അതേ ചിന്ത തന്നെ അവിടെ കാണുന്നത്. എന്താ? വീടിന്റെ അകത്ത് ആരുണ്ട്? യേശു ഉണ്ട്. നിങ്ങൾ എന്റെ കൂടെ സഞ്ചരിക്കണേ. 2-ാമത്തെ കാണുന്നത് ആമേൻ വീടിന്റെ അകത്തും പുറത്തും പുരുഷാരമുണ്ട്. 3-ാമതൊരു വ്യക്തിയെ കാണുന്നുണ്ട്. അത് കട്ടിലിൽ തളർവാദം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനാ. അർത്ഥാൽ ആമേൻ 1-ാമത്തെ ഭാഗത്തും യേശു നിൽപ്പുണ്ട്, 1-ാമത്തെ ഭാഗത്തും പുരുഷാരം നിൽപ്പുണ്ട്. ആമേൻ 1-ാമത്തെ ഭാഗത്തും ശീമോനുണ്ട്. 2-ാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ യേശുവുണ്ട്, പുരുഷാരമുണ്ട്, അവിടെ കുഷ്ഠരോഗിയുണ്ട്. 3-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ യേശുവുണ്ട്, പുരുഷാരമുണ്ട്, തളർവാദ രോഗിയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അർത്ഥം എന്താണെന്നറിയാമോ? യേശു വന്നത് പുരുഷാരത്തെ കണ്ടിട്ടല്ല കുഞ്ഞേ, യേശു വന്നത് ആളിനെ കണ്ടിട്ടൊന്നുമല്ല. ഒന്നും കൂടി ഞാൻ പറയാം, നിങ്ങൾ വിചാരിക്കരുത് ആളുകളെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ യേശു വന്നതെന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, യേശു വന്നു കഴിഞ്ഞാൽ ആളുകൾ വരും. ഞാനൊരു ചിന്ത ദേശത്തിനൊന്ന് കൊടുക്കാം. എല്ലാവരുടെയും ധാരണ എന്താണെന്നറിയാമോ? ഇതാളെ കൂട്ടുന്ന പരിപാടിയാണ്. നല്ല അങ്ങനെ കൂട്ടാനായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിലും വലിയ മീറ്റിംഗ് നടത്തിയാനേ. സ്തോത്രം, സ്തോത്രം. ആളിനെ കണ്ടിട്ടല്ല യേശു വരുന്നത്, പുരുഷാരത്തെ കണ്ടത് കൊണ്ടല്ല യേശു വന്നത്. പിന്നെ യേശു ഉള്ളിടത്ത് പുരുഷാരം ഉണ്ടാകും. സ്തോത്രം പറഞ്ഞേ. ആൾക്കാർ കൂടുന്നത് കൊണ്ട് മാത്രമേ യേശു വരത്തുള്ളൂ എന്നുള്ളൊരു ധാരണ തെറ്റിദ്ധാരണയാ. യേശു ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ കൂടിയിരിക്കും. യേശു വന്നത് ആളുകളെ കണ്ടിട്ടല്ല, യേശു വന്നത് ഒരുവനെ അന്വേഷിച്ച. നല്ലൊരു ആമേൻ പറഞ്ഞേ. യേശു വന്നത് പുരുഷാരത്തെ കണ്ടിട്ടല്ല. യേശുവിനറിയാം പടകിന്റെ അകത്ത് ഇന്നലെ അധ്വാനിച്ച ഒരുവൻ നിരാശയുടെ നീർച്ചുടിയിൽ ഈ കടലിന്റെ തീരത്തോട് ചേർന്ന് പടകിന്റെ അകത്തിരിപ്പുണ്ട്. അവനെ വിടുവിക്കാൻ ഈ പുരുഷാരത്തിന്റെ ഇടയിലുള്ള ഒരു പുരോഹിതന്മാർക്കോ പള്ളി പ്രമാണിമാർക്കോ ആവതില്ല. അവനെ വിടുവിക്കണമെങ്കിൽ എന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ അവന്റെ നിരാശ മാറ്റാൻ കഴിയത്തുള്ളൂ.
വിശ്വാസമുള്ള ദൈവമക്കളെ കരമൊന്ന് അടിച്ച് എന്റെ യേശുവിനൊരു നന്ദി പറഞ്ഞാട്ടെ. എന്റെ യേശു വന്നിരിക്കുന്നത് പുരുഷാരത്തെ കണ്ടതുകൊണ്ടല്ല. പടകിന്റെ അകത്ത് നിരാശയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ വേദന മാറണമെങ്കിൽ ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ പറയുന്നു, എന്റെ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ എന്റെയും നിങ്ങളുടെയും വേദനയ്ക്ക് ഒരു വിരാമമുണ്ടാകത്തുള്ളൂ. ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ ദേശനിവാസികളോട് പറയുന്നു, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടത്തിന്റെ അകത്ത്, ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയ്ക്കകത്ത് നിനക്കൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അഭിമാനത്തോടെ പറയുന്നു, എന്റെ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ നിന്റെ വേദനയ്ക്കൊരു വിരാമമുണ്ടാകത്തുള്ളൂ. സ്തോത്രം. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ യേശു പുരുഷാരം ഒരേ വ്യക്തികൾ 3 സ്ഥലത്തും. നിങ്ങളത് ചിന്തിക്കണം. 3 സ്ഥലത്തും ആരുണ്ട്? യേശു. 3 സ്ഥലത്തും ആരുണ്ട്? പുരുഷാരം. 3 സ്ഥലത്തും ഒരേ ഒരു വ്യക്തികളെ എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടുത്തുന്നുണ്ട്. 3 വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന 3 വ്യക്തികൾ. ഈ 3 വ്യക്തികളെ നമുക്കൊന്ന് പഠിച്ച് ഈ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. 1ാമത്തെ വ്യക്തിയിലേക്ക് വന്നാലേ 3ാമത്തെ വ്യക്തിയെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ആഴമായിട്ട് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. യേശു ഗെനസരത്ത് തടാകത്തിന്റെ കരയിലേക്ക് വരികയാണ്. യേശു ഗെനസരത്ത് തടാകത്തിന്റെ കരയിലേക്ക് വരുമ്പോൾ ദൈവവചനം കേൾക്കേണ്ടതിന് ജനം തിക്കിക്കൊണ്ടിരുന്നു. വേഗത്തിൽ അതങ്ങ് പറഞ്ഞു വിട പറയാം, ശ്രദ്ധിക്കണം. അങ്ങനെ ദൈവവചനം കേൾക്കേണ്ടതിന് ആളുകൾ തിക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയം യേശു കടലിലേക്ക് നോക്കിയപ്പോൾ കടലിന്റെ തീരത്തിനോട് ചേർന്ന് 2 ചെറു പടകുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കിടപ്പുണ്ട്. അതിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ? കഴുകിക്കൊണ്ടിരിക്കുകയാ. നിങ്ങൾ ശ്രദ്ധിക്കണം, അതൊന്ന് ഓടിച്ചെന്ന് പറയാൻ വേണ്ടിയാ. അതിൽ നിന്ന് യേശു ഒരു പടക് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അതിനൊരു ചിന്തയുണ്ട്, ഒരു ആത്മീയ അർത്ഥം കൂടി പറഞ്ഞ് നമുക്കങ്ങ് പോകാം. നമ്മൾ മാത്രമല്ലല്ലോ ശബ്ദം പുറത്തേക്കും പോകുന്നത് കൊണ്ട് നാളെ നമ്മൾ അവരോട് പ്രസംഗിച്ചില്ലെന്ന് പിന്നെ അവർ പരാതി പറയരുത്. അതുകൊണ്ട് അവർക്കും കൂടി നമ്മൾ ആവശ്യത്തിനുള്ള ഒരു സന്ദേശം കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് പര്യവസാനിപ്പിക്കാൻ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. യേശു അവിടെ നിന്നുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു അച്ചായനെ വിളിച്ചിട്ട് പറഞ്ഞാ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ശീമോന്റെ ഈ ഒരു പടക് കടലിന്റെ തീരത്ത് കിടപ്പുണ്ട്, എനിക്ക് ആ പടക് ഒരു ആവശ്യമുള്ളത് കൊണ്ട് അച്ചായൻ ചെന്ന് ശീമോനോട് പറയുക, ആ പടക് എനിക്കൊന്ന് വിട്ട് തരണം. അങ്ങനെയാണോ യേശു പറഞ്ഞത്? അല്ല. യേശു നേരിട്ട് ശീമോനെ എന്ത് ചെയ്തു? വിളിച്ചു. ശീമോനെ, നിന്റെ പടക് എനിക്ക് എന്ത് ചെയ്യണം? വേണം. അർത്ഥാൽ യേശുവിന് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. നിങ്ങൾ മിണ്ടില്ല. യേശുവിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇടനിലക്കാരനെ വേണ്ട. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ യേശു അവിടെ നിന്നിരുന്ന ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞാണ്, അച്ഛാ നിങ്ങളൊരു കാര്യം ചെയ്യ, ശീമോനോടൊന്ന് പറഞ്ഞേ, ഞാൻ പറഞ്ഞെന്ന് പറയണം, അവനോട് ആ പടക് എനിക്കൊന്ന് തരാൻ പറയണമെന്ന്. അച്ഛാ, യേശുവിന് അങ്ങനെ ഒരു ഇടനിലക്കാരനോ യേശുവിന് അങ്ങനെ ഒരു ബ്രോക്കറിന്റെ ആവശ്യമില്ല. യേശു നേരിട്ടുള്ള ഇടപെടലുകളാ. യേശുവിനെ നേരിട്ട് ചോദിക്കുന്നതാ ഇഷ്ടം. യേശുവിനോട് നേരിട്ട് സംസാരിക്കുന്നതാ ഇഷ്ടം. ഈ ഇടനിലക്കാരുടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. യേശു ഒരിക്കല് കാനാവിലെ കല്യാണത്തിന് പോവുകയാണ്. എവിടെയാ പോയത്? കാനാവിലെ കല്യാണത്തിന്. നിങ്ങൾ ചുണ്ട് മാത്രം അനക്കരുത്, ശബ്ദം കൂടി പുറത്തേക്ക് വരണം. നാക്കകത്തുണ്ടെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. സ്തോത്രം. അപ്പോൾ യേശു എവിടെയാ പോയത്? കാനാവിലെ കല്യാണത്തിന് പോയി. യേശുവിനെ ശിഷ്യന്മാരെയും കാനാവിലെ കല്യാണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? വിളിച്ചിട്ടുണ്ട്. വിളിച്ച കല്യാണത്തിനെ പോകാവുള്ളൂ, വിളിക്കാത്ത കല്യാണത്തിന് ആരും എന്ത് ചെയ്യരുത്? പോകരുത്. അത് യേശു കാണിച്ചൊരു മാതൃകയും കൂടിയാണ്. വിളിച്ച കല്യാണത്തിനെ പോകാവുള്ളൂ എന്നുള്ളൊരു മാതൃകയും കൂടി കാണിച്ചത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ യേശുവും ശിഷ്യന്മാരും കൂടി കാനാവിലെ കല്യാണത്തിന് എന്ത് ചെയ്തു? ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് അവരെന്ത് ചെയ്യും? അല്പമായിട്ടുള്ള വീഞ്ഞ് എന്ത് ചെയ്യും? കൊടുക്കും. നല്ല വീഞ്ഞാ കൊടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വീഞ്ഞൊക്കെ മേടിച്ച് കുടിക്കാൻ ഭയങ്കര പേടിയാ. അപ്പൊ അതവിടെ നിൽക്കുന്നത് കൊണ്ട് ആ ഭാഗത്ത് നിന്ന് വിട പറയുക. ശ്രദ്ധിക്കണം. ആവശ്യമുള്ള വീഞ്ഞെ മേടിച്ച് കുടിക്കാവുള്ളൂ. ആവശ്യമില്ലാത്ത വീഞ്ഞൊന്നും മേടിച്ച് എന്ത് ചെയ്യരുത്? ദൈവമക്കൾ കുടിക്കരുത്. ചില ആളുകളൊക്കെ വീഞ്ഞാണെന്നും പറഞ്ഞ് അതിന്റെ അകത്ത് അല്പവും കൂടി ഒരു കട്ടി കൂടിയ സാധനമൊക്കെ മേടിച്ചെന്ന് കഴിച്ചിട്ട് കിറുങ്ങിയൊക്കെ ചിലപ്പം പള്ളി വന്നിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട്
അങ്ങനെയുള്ള വീഞ്ഞൊന്നും എന്ത് ചെയ്യരുത്, ആരും മേടിച്ച് കുടിക്കരുത്. നിങ്ങൾ നോക്കിക്കേ, അന്നത്തെ കാലഘട്ടത്തില് വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് വീഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക ആചാരം തന്നെയാ. പ്രത്യേകിച്ച് അവരുടെ ഒരു കല്യാണ സമയത്ത്, ഒരു വിവാഹ പാർട്ടിയിലൊക്കെ അവര് നിർബന്ധമായും ഈ വീഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വീഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഞ്ഞ് അവിടെ തീർന്നു. വീഞ്ഞ് എന്ത് ചെയ്തു? അവിടെ തീർന്നു. ഈ വീഞ്ഞ് തീർന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഒരമ്മച്ചി കയറി ഇടപെട്ടു. ഒരമ്മച്ചി കയറി, നല്ല പദം അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ അകത്തൊന്നും തെറ്റൊന്നുമില്ല, ഉണ്ടോ അച്ഛാ? ഒരു തെറ്റുമില്ല. പിന്നെ അങ്ങനെ അല്ലാണ്ട് നമ്മൾ പ്രായമുള്ളവരെ പിന്നെ നമ്മൾ എങ്ങനെ വിളിക്കുക? എടി പൊടി എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സമ്മതിക്കുമോ? മോനെ സമ്മതിക്കുകയില്ല. അപ്പം അമ്മച്ചി കയറി ഇടപെട്ട് അമ്മച്ചി പറഞ്ഞു, ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, ശരിയാക്കി തരാം. കഴിഞ്ഞ 10 വർഷമാകാറായി, ഇതുവരെ ഒന്നും ശരിയാക്കിയിട്ടില്ല, ഇനിയാണ് ശരിയാക്കാൻ പോകുന്നത്. അപ്പം അമ്മച്ചി പറഞ്ഞു, ഇപ്പം ഞാൻ ശരിയാക്കി തരാം. അമ്മച്ചി നേരെ മോനെ അടുത്ത് വന്നു. മോനോട് പറഞ്ഞടാ കുഞ്ഞെ, ഇവിടെ വീഞ്ഞ് തീർന്നിട്ടുണ്ട്, നീ ഈ കാര്യത്തിൻ്റെ അകത്ത് ഒന്ന് കാര്യമായി തന്നെ എന്ത് ചെയ്യണം, ഇടപെടണം. ഞാൻ നിന്നോട് പറയുകയാണ്, ഇവിടെ വീഞ്ഞ് തീർന്നത് കൊണ്ട് അതിൻ്റെ ഒരു കാര്യം നീ ഏറ്റെടുത്ത് ചെയ്യണം. യേശു തിരിഞ്ഞ് അമ്മച്ചിയോട് പറഞ്ഞ്, സ്ത്രീയെ, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? എൻ്റെ ഒറ്റ വാക്ക് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, എൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഇനി മേലാൽ കയറി എന്ത് ചെയ്യരുത്. എനിക്ക് തൽക്കാലം നിന്റെ ആവശ്യമില്ല. നല്ലൊരു ആമേൻ പറഞ്ഞ്. അർത്ഥാൽ യേശുവിന് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ഇന്നാരോട് പറഞ്ഞിട്ട് ഇന്നാര് വന്ന് എന്നോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ അത് കേൾക്കത്തുള്ളൂ എന്നുള്ള പിടിവാശിയുള്ള ദൈവമൊന്നുമല്ല നമ്മുടെ തമ്പുരാൻ. തിരുവചനം പറയുന്നു, ധൈര്യത്തോടെ ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ പിതാവ് പുത്രൻ മുഖാന്തരം ഒരു അവസരം ഒരുക്കിയിരിക്കുകയാ. അർത്ഥാൽ ഒരു മനുഷ്യന്റെയും ഇടപെടലുകളോ ഇടപാടുകളോ യേശുവിന് വേണ്ട. ഇടനിലക്കാരെ കൊണ്ട് ചെല്ലുന്നത് യേശുവിന് ആവശ്യമില്ല. ഇനി ഇടനിലക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? അവരിതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് കാശുണ്ടാക്കും. ഇപ്പൊ എനിക്കൊരു വീട് വേണമെന്നിരിക്കട്ടെ, വാടക വീട്. ഞാൻ ആരോടെങ്കിലും പറയും എനിക്കൊരു വാടക വീട് വേണം. വാടക വീട് അന്വേഷിക്കാനായിട്ട് പോയി. അവർ പറയും, ഇവിടെ ഇന്നടുത്ത് അല്ലേ ജംബാസ്, ഇന്ന സ്ഥലത്തൊരു ബ്രോക്കറുണ്ട്, അവരെ പോയി ഒന്ന് കാണാം നമുക്ക്. അവിടെ ചെന്ന് കണ്ടു, വീട് ഇഷ്ടപ്പെട്ടു. ആ വീടിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വീടിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ വാടക കൊടുക്കുന്നതിന് മുമ്പ് ബ്രോക്കർ ഫീസ് കൊടുക്കണം. വേണ്ടിയില്ലല്ലോ. അപ്പൊ ഇടനിലക്കാര് നിൽക്കുന്നതിന്റെ കാരണം എന്തിനാണെന്നറിയാമോ? അതിന്റെ അകത്തുനിന്ന് ഫീസ് അടിച്ചു മാറ്റാനാ. എന്നിട്ടും തിരിച്ചറിയാത്ത ആളുകളാണല്ലോ നമ്മുടെ ഇടയിലുള്ളതെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. നല്ലൊരു ആമേൻ പറയാവോ? അപ്പോൾ യേശു ശീമോനോട് പറഞ്ഞു, ശീമോനെ, നിന്റെ പടക് എനിക്ക് വേണം. അതിന്റെ അകത്തിരുന്ന് എനിക്ക് ജനത്തെ ഉപദേശിക്കണം. ഇന്ന് പകലിൽ ഈ വൈകിയ സമയത്ത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാനൊരു സന്ദേശം പറയാം. ഇതിന്റെ അകത്തിരിക്കുന്ന നിങ്ങളോടും എന്നോടും ഇന്ന് രാത്രിയിൽ യേശു ചോദിക്കുന്നത്, ഈ ദേശത്തെ ഒന്ന് ഉപദേശിക്കുവാൻ വേണ്ടി ഈ പടക് എനിക്കൊന്ന് ആവശ്യമാണെന്ന്. ഈ ദേശത്തെ ഒന്ന് മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്കൊന്ന് കൊണ്ടുവരാൻ ഈ പടക് എനിക്കൊന്ന് ആവശ്യമാണെന്ന്. എത്ര പേര് ഇന്ന് രാത്രിയിൽ തന്റെ പടക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്? നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ഈ ദേശത്തെ വിടുവിച്ച് ഈ ദേശത്തെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് അനേകം പേരെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് രാത്രിയിൽ യേശു നിന്റെ പടക് ചോദിക്കുന്നുണ്ട്. മടി കൂടാതെ വിട്ടുകൊടുക്കാൻ ചങ്കൂറ്റമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അധരം തുറന്ന് യേശുവിനോട് പറ, നാഥനെ, ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ പടക് നിനക്ക് സമർപ്പിക്കുകയാണ്. അതിന്റെ അകത്തിരുന്ന് ഈ ദേശത്തെ ഉപദേശിക്കാൻ, ഈ ദേശത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്റെ പടക് നിനക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെടുന്ന സന്ദേശത്തിന്റെ ഉറവിടം ഞാൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ ഹൃദയമാകുന്ന പടക് ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ യേശുവിന് സമർപ്പിക്കാൻ യേശു നിങ്ങളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആമേൻ. കേവലം ഒരു മനുഷ്യന്റെ വാക്കുപോലെയല്ല,
കേവലം ഒരു പ്രവാചകന്റെ ശബ്ദം പോലെയല്ല. ഇന്ന് രാത്രിയിൽ അവന്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നു. എനിക്ക് ജനത്തെ ഉപദേശിക്കാൻ നിന്റെ പടക് ആവശ്യമുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഈ ദേശത്തെ ഒന്ന് വിടുവിക്കുവാൻ വേണ്ടി, ഈ കൊക്കോതമംഗലം ദേശത്തെ ഒന്ന് വിടുവിക്കാൻ വേണ്ടി എനിക്ക് നിന്റെ പടക് ആവശ്യമുണ്ട്. നിന്റെ പടക് ആവശ്യമുണ്ട്. എത്ര പേര് ഇന്ന് രാത്രിയിൽ ആമേൻ തന്റെ ഹൃദയമാകുന്ന പടക്, തന്റെ ജീവിതമാകുന്ന പടക് അരുമനാഥന് സമർപ്പിക്കാൻ തയ്യാറാകുന്നുണ്ട്? വിശ്വാസമുള്ളവർ ഇന്ന് രാത്രിയിൽ തന്റെ പടക് സമർപ്പിക്കാൻ ചങ്കൂറ്റത്തോടെ ചാടി എഴുന്നേൽക്കാൻ കഴിയുന്നവർ ആത്മാവിൽ വിളിച്ചു പറ, യേശുവേ, ഞാൻ എന്റെ പടക് ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. യേശുവിന് പ്രായം ഒരു വിഷയമല്ല, യേശുവിന് ആരോഗ്യം വിഷയമല്ല. ആമേൻ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമെന്നെ ആമേൻ സകല മാനവകുലത്തിൽപ്പെട്ട തലമുറകളെയും യേശു വിളിക്കുന്നു. കുഞ്ഞേ, നിന്റെ പടക് എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ കൊക്കോതമംഗലം ദേശത്തിന്റെ അകത്തു നിന്ന് ചില തലമുറകളെ പുറത്തു കൊണ്ടുവരാൻ, ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, ചിലതിനെ ഉപദേശിക്കുവാൻ, ചിലതിനോട് രക്ഷയുടെ വചനം അറിയിക്കുവാൻ ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം ദേശത്ത് വിളംബരം ചെയ്യുവാൻ എനിക്കൊരു പടക് ആവശ്യമുണ്ട്. എത്ര പേര് ഇന്ന് രാത്രിയിൽ അത് സമർപ്പിക്കുന്നുണ്ട്? ഞാൻ ചങ്കൂറ്റത്തോടെ കടന്നു വരികയാ. എന്റെ ജീവിതമാകുന്ന പടക് ഇന്ന് രാത്രിയിൽ ഞാൻ യേശുവിന് സമർപ്പിക്കുകയാ. നോക്ക്, യേശു ശീമോനോട് പറഞ്ഞു, ശീമോനെ, നിന്റെ പടക് എനിക്കൊന്ന് വേണം. അടുത്തത് വേഗത്തിൽ അവിടെ ഓടി മാറാം. യേശു ശീമോന്റെ പടകിൽ കയറി ജനത്തെ ഉപദേശിച്ചു. അനന്തരം ശീമോനോട് പറഞ്ഞു, ശീമോനെ, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ഞാൻ ചിന്തിച്ച ഒരു വലിയ ചിന്തയുണ്ട്. ഇന്നലെ രാത്രിയിലും ശീമോൻ പടകിലിരുന്ന് വലയെടുത്ത് കടലിലെറിഞ്ഞ് ഈ മീൻകൂട്ടത്തെ മുഴുവൻ തിരഞ്ഞു പിടിച്ച് നടന്നിട്ട് ഒരു ചെറുമീൻ പോലും തൻ്റെ പടകിൽ എന്ത് ചെയ്തിട്ടില്ല? വലയ്ക്കകത്തോ പടകിലോ കയറിയിട്ടില്ല. അവിടെ വളരെ അർത്ഥവത്തായ ഒരു ചിന്ത കിടപ്പുണ്ട്. യേശുവിന് ആവശ്യം നിന്നെയാണെങ്കിൽ ചില മേഖലകളിലൊക്കെ നിന്റെ അരികിൽ നിന്ന് ചില മീനുകളൊക്കെ ഒന്ന് മാറി നിൽക്കും. കാരണം അരുമനാഥന്റെ സാന്നിധ്യം കൊണ്ട് ചിലത് നിന്റെ പടകിനെയും വലയെയും നിറയ്ക്കേണ്ടതുണ്ട്. ഇന്ന് രാത്രിയിൽ ശൂന്യമായ പടകുമായി ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു സന്ദേശമാണ്. നിന്റെ ശൂന്യമായ പടകിന്റെ അകത്ത് നിറയ്ക്കുവാൻ, നിറവോടെ നൽകുവാൻ കരുത്തുള്ള ഒരുവൻ ഇതിന്റെ അകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലകളിൽ നീ അധ്വാനിച്ചു, ഒരുപക്ഷെ ഇന്നലകളിൽ നീ ഓടി, നിന്റെ കഴിവ് കൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല, നിന്റെ കരുത്തുകൊണ്ട് ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ല, നിന്റെ അറിവുകൾ കൊണ്ട് ഒന്നും ചെയ്തെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് സകലതും നിറച്ച് നൽകാൻ കരുത്തുള്ള ഒരുവൻ, നിന്റെ അരികിൽ നിന്ന് ഓടിയ മീൻകൂട്ടത്തെ മടക്കി തരാൻ കരുത്തുള്ള ഒരുവൻ, നിന്റെ അരികിൽ നിന്ന് മാറിയ നന്മകളെ നിനക്ക് മടക്കി തരാൻ കരുത്തുള്ള ഒരുവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് ചില നന്മകൾ അകന്നു മാറി, ചില നന്മകൾ ഓടി മാറി, നിന്റെ കയ്യെത്തുന്ന ദൂരത്ത് നിന്ന് പലപ്പോഴും പിടിച്ച് നിന്റെ പടകിന്റെ അകത്തേക്ക് ഇടാൻ വെമ്പൽ കൊണ്ട് നിന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് ചില മീൻകൂട്ടങ്ങൾ തെന്നിമാറി. പക്ഷെ ഇന്ന് രാത്രി വചനം പറയുന്നു, മറന്നു പോകരുത്. ഇന്നലെ ഓടി പിടിക്കാൻ നോക്കിയത് നീയാണെങ്കിൽ, നിന്റെ അരികിൽ നിന്ന് മീൻകൂട്ടം മാറിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്നോട് പിടിക്കാൻ പറഞ്ഞത് ഉലകത്തെ നിർമ്മിച്ച ഉടയവനാണ്. അവന്റെ വാക്കിന്റെ മുൻപിൽ ഒരു സൃഷ്ടിക്കും ഓടി മാറാൻ കഴിയത്തില്ല. അവന്റെ വാക്ക് പറഞ്ഞവസാനിപ്പിക്കുന്നതിന് മുൻപ് നിന്റെ വലയ്ക്കകത്തും നിന്റെ പടകിന്റെ അകത്തും നിറയുവോളം നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിലും വെളിപ്പെട്ടു വരുന്നുണ്ട്. വിശ്വാസമുള്ള ദൈവമക്കൾ ചില മിനിറ്റുകൾ കർത്താവിന് സ്തോത്രം പറഞ്ഞ് രണ്ട് കരവും ചേർത്തടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ ശൂന്യമായ പടകിനെ അവൻ ഇന്ന് രാത്രിയിൽ നിറയ്ക്കുവാൻ പോകുകയാ. എന്റെ ഇല്ലായ്മകളിൽ അവൻ
നിറയ്ക്കുവാൻ പോകുകയാ. ഇല്ലായ്മകളിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയവന്റെ ശബ്ദം ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിന്റെ അകത്ത് വിളംബരം ചെയ്യുന്നുണ്ട്. അത് ചില ശൂന്യതകളെ മാറ്റുന്നു, അത് ചില ഇല്ലായ്മകളെ മാറ്റുന്നു, അത് ചില നിറവുകളിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരുന്നു. ഇന്നലകളിൽ നിന്റെ അരികിൽ നിന്ന് ഓടി മാറിയ ചില മീൻകൂട്ടത്തെ നിന്റെ പടകിന്റെ അരികിലേക്ക് ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. കരം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ഒരു ആലോചന പറയാം, മറന്നു പോകരുത്. ഇന്നലകളിൽ ഒരുപക്ഷെ ശൂന്യമായ പടകുമായിട്ടായിരിക്കാം കടലിന്റെ തീരത്ത് വന്ന് നീ നിൽക്കുന്നത്. ഇന്നലകളിൽ നിന്റെ കരുത്തുകൊണ്ടും കഴിവുകൊണ്ടും അറിവുകൊണ്ടും മിടുക്കുകൊണ്ടും സമ്പന്നത കൊണ്ടുമൊക്കെ പാണ്ഡിത്യം കൊണ്ടൊക്കെ ഒരുപക്ഷെ പിടിക്കാൻ നോക്കിയിട്ട് നിനക്ക് ലഭ്യമാകാതെ പോയത്, ഇന്ന് രാത്രി വചനത്തിന്റെ വിളംബരം യേശു പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്നലകളിൽ നിന്നിൽ നിന്ന് അകന്നുപോയത്, ഇന്നലകളിൽ നിന്നിൽ നിന്ന് മാറിപ്പോയത് യേശു നിനക്ക് മടക്കി തരുന്ന രാത്രിയാണ്. വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തെ സ്തോത്രം പറഞ്ഞ് സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ പറയുന്നു, ഏതൊക്കെ നന്മകൾ മാറിപ്പോയോ, ഏതൊക്കെ നന്മകൾ ഒഴുകിപ്പോയോ, ഏതൊക്കെ നന്മകൾ ഓടിപ്പോയോ, ഏതൊക്കെ നന്മകൾ നിന്റെ കണ്ണിന് മറഞ്ഞിരുന്നു, ഇന്ന് രാത്രിയിൽ യേശു പറയുന്നു, നിന്നിൽ നിന്ന് അകന്നുപോയത് ഞാൻ നിനക്ക് മടക്കി തരുന്ന രാത്രിയാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒന്നും കൂടി ഓടിയണയാം, ശ്രദ്ധിക്കണമേ. യേശു ശീമോനോട് പറഞ്ഞു, ശീമോനെ, നീ ആഴത്തിലേക്ക് നീക്കി എന്ത് ചെയ്യുക? വലയിറക്കുക. ശ്രദ്ധിച്ചേ, നമ്മളാണെങ്കിൽ ഇന്നലെ അധ്വാനിച്ചതിന്റെ ക്ഷീണം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. നത്ത് കുത്തിയിരിക്കുന്നത് പോലെ പടകിൻ്റെ അകത്ത് കുത്തിയിരിക്കുക ശീമോൻ. വല്ലാത്ത നിരാശ. എന്താണെന്നറിയാമോ? ആഴ്ചയിൽ 6 ദിവസത്തെ കണക്കെടുക്കാം, ഒരു ദിവസം പോട്ടെ. ആരെങ്കിലും പേടിച്ചിട്ടാണെങ്കിലും പള്ളിക്കകത്ത് പോകുന്നവരാ പലരും. അതുകൊണ്ട് 1-ാമത്തെ ദിവസം അങ്ങ് മാറ്റി ബാക്കി 6 ദിവസം ഞാനൊന്ന് നിങ്ങൾക്ക് നൽകാം. നോക്കിക്കേ, 6 ദിവസം ലോൺ അടയ്ക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. 1-ാമത്തെ ദിവസം മുത്തൂറ്റ് ഫിനാൻസിൽ, 2-ാമത്തെ ദിവസം ബജാജ് ഫിനാൻസിൽ, 3-ാമത്തെ ദിവസം ചിട്ടിക്കാരന്, 4-ാമത്തെ ദിവസം പലിശ കൊടുക്കേണ്ട അണ്ണാച്ചിക്ക്, 5-ാമത്തെ ദിവസം അടുത്ത വീട്ടിൽ അന്നമാമയ്ക്ക്, 6-ാമത്തെ ദിവസം ആരോടെങ്കിലും മേടിച്ചാലോ എന്ന് വിചാരിച്ച് ആരോടൊക്കെയോ മേടിച്ച പൈസ. ആഴ്ചയിൽ 6 ദിവസമുണ്ട്. 7 ദിവസത്തെ കണക്ക് ഞാൻ അങ്ങ് വിട്ടു, ഒരു ദിവസം മാറ്റി വെച്ചു. ബാക്കി 6 ദിവസം എന്ത് ചെയ്യണം? ലോൺ അടയ്ക്കണം. വണ്ടിയുടെ ലോണുണ്ട്, ഹൗസിംഗ് ലോണുണ്ട്. ഏതൊക്കെ ലോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ അടയ്ക്കാനുള്ളവരോട് ചോദിച്ചാൽ കൃത്യം 6 ദിവസത്തെ കണക്ക് അവരെന്ത് ചെയ്യും? ഒരു ദിവസം എങ്ങാനും ലോൺ തെറ്റിപ്പോയാ അയ്യോ, പിന്നെ നടക്കുന്ന കോലാഹലം. BP കയറുന്നു, BP കുറയുന്നു, ഷുഗർ കയറുന്നു, ഷുഗർ കുറയുന്നു, കണ്ണ് പുറകോട്ട് മലയ്ക്കുന്നു, കണ്ണ് പുറത്തോട്ട് തള്ളുന്നു. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ സെക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് കുറേ നേരമായി അച്ചായൻ്റെ ഫോണ് കിടന്ന് ബെല്ലടിക്കുന്നത്. അപ്പോൾ അച്ചായൻ്റെ ഫോണ് ബെല്ലടിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അച്ചാൻ എടുക്കുക, സൈലൻ്റ് ആക്കുക, അവിടെ മാറ്റി വെക്കുക. അപ്പം ഞാനിരിപ്പുണ്ട്, അച്ചാനിരിപ്പുണ്ട്, അമ്മാമ്മ ഇരിപ്പുണ്ട്. ഞങ്ങളിങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം കുറേ നേരമായപ്പോൾ എനിക്കൊരു സംശയം, ഈ അമ്മാമ്മയുള്ളത് കൊണ്ടാണ് അച്ചായൻ ഫോൺ എടുക്കാത്തതെന്ന്. ചിലവരങ്ങനെയുണ്ടല്ലോ, അമ്മാമ്മമാർ കൂടെ ഉണ്ടെങ്കിൽ ചില അച്ചായന്മാർ ഫോൺ എടുക്കുകയില്ല, ചില അച്ചായന്മാർ കൂടെ ഉണ്ട്, ചില അമ്മാമ്മമാരും എന്ത് ചെയ്യത്തില്ല. എന്നാൽ അച്ചായന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറണം, അമ്മാമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയാൽ പിന്നെ ഫോണിൻ്റെ ബഹളമാണ് എടുക്കുന്നത്. എന്തൊരു ചാട്ടവും ബഹളമാണ്. അപ്പം ഞാൻ ഓർത്ത ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ആണെന്ന് ചോദിച്ച് ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തേ? നേരം പറയുക, ഇന്ന് ലോൺ അടയ്ക്കേണ്ട ദിവസമാണ്, ലോൺ അടയ്ക്കാത്തത് കൊണ്ട് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നതാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അതെടുത്ത് മറുപടി പറഞ്ഞുകൂടെ? അവരുടെ വായിൽ വരുന്നത് എന്തെങ്കിലുമൊക്കെ എന്നെ എന്ത് ചെയ്യും, പറയും. അത് കഴിഞ്ഞപ്പം സഭയിലെ പാസ്റ്റർ വിളിച്ചു. പാസ്റ്റർ വിളിച്ചപ്പോഴും അച്ഛൻ എന്ത് ചെയ്തില്ല, ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, പാസ്റ്റർക്ക് ലോൺ അടയ്ക്കാനൊന്നും ഇല്ലല്ലോ? ഇല്ല. പിന്നെ ഞാൻ അഥവാ പാസ്റ്റർ ഫോൺ എടുക്കുമ്പോഴാണ് ബാങ്കിൽ നിന്ന് വിളിക്കുന്നതെങ്കിൽ എൻ്റെ ഫോണ് എൻഗേജ്ഡ് ആണെന്ന് അവരെന്ത് ചെയ്യും, അറിയും. അപ്പോൾ ലോൺ അടയ്ക്കാൻ പെടാപ്പാട് പെടുന്നതിൻ്റെ ദുരിതമൊക്കെ നമുക്കറിയാം. ഇവിടെ ശീമോന് ലോൺ അടയ്ക്കാനൊന്നുമില്ല, പക്ഷെ ഒന്നുണ്ട്, അവൻ്റെ ഉപജീവന മാർഗമാത്, അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യകതയാ. അവൻ്റെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലേക്കും അവൻ്റെ സഹോദര വൃന്ദങ്ങൾക്കുമൊക്കെ ഉപജീവനത്തിലുള്ള മാർഗമാണ് ഇന്നലെ രാത്രിയിൽ അടഞ്ഞുപോയത്.
നിരാശയോടെ പടകിലിരിക്കുമ്പോൾ നിരവധി പുരുഷാരം ഈ നിരാശയോടെ ഇരിക്കുന്ന ശീമോനെ കാണുന്നുണ്ട്. എന്നാൽ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന യേശുവിനെയും കാണുന്നുണ്ട്. ഒന്ന് നിങ്ങൾ അറിയണം, നിരവധി സമ്പന്നന്മാർ അവിടെ നിലനിൽക്കുമ്പോൾ നിരാശയോടെ ഇരിക്കുന്ന ശീമോനെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, ഒരു മനുഷ്യനും ശീമോനെ വിളിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടല്ലോ. പുരുഷാരം നിരവധി പേരുണ്ട് അവിടെ, ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ കൊണ്ടുപോലും ശീമോന്റെ ദുരിതത്തിനും ദുരന്തത്തിനും ദുരിതത്തിന്റെ അവസ്ഥയ്ക്കും ഒരു വ്യത്യാസം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവന്റെ വേദനയുടെ ആഴമൊന്ന് അറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവന്റെ കുടുംബത്തിന്റെ ദുരിതത്തെ കുറിച്ച് തിരിച്ചറിയാനുള്ള കരുത്തോ കഴിവോ അവിടെ കൂടി നിൽക്കുന്നവർക്കില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഉലകത്തിലേക്ക് ഉരുവായി കടന്നു വന്ന ഒരുവനുണ്ട്. അവൻ നിന്റെ വേദനയുടെ ആഴമറിഞ്ഞു വന്നവനാ. കടലിന്റെ ആഴം തിരിച്ചറിയുന്നതിന് മുൻപേ തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴം തിരിച്ചറിഞ്ഞ് ഒരുവൻ ഗലീല കടലിന്റെ തീരത്തേക്ക് ഓടി അണഞ്ഞിട്ടുണ്ട്. അവനറിയാം, ഈ പുരുഷാരത്തെ പോലെയല്ല, ഈ പടകിന്റെ ഓരത്തെ പടകിന്റെ അകത്ത് ഒരുവൻ നിരാശയോടെ ഇരിപ്പുണ്ട്. അവൻ ആവശ്യമുള്ളതെന്ന് അവൻ എന്റെ കരം കൊണ്ട് പ്രവർത്തിക്കേണ്ടുന്നത് ഒന്നാണ്. ഈ പുരുഷാരത്തെ കൊണ്ട് അത് തീർക്കാൻ കഴിയത്തില്ല. അത് തീർക്കാൻ കരുത്തുള്ള സർവശക്തിയുള്ള ഒരേ ഒരുവനുണ്ട്. അവന്റെ നാമം ഞങ്ങൾ ഇന്ന് രാത്രിയിൽ പരസ്യമായി ഉയർത്തുന്നു. അവൻ മറ്റാരുമല്ല, ശ്രീ നസ്രയനായ യേശു ക്രിസ്തുവത്രേ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ യേശു ശീമോന്റെ പടകിൽ കയറി ജനത്തെ ഉപദേശിച്ചതിന്റെ അനന്തരം യേശു ശീമോനോട് പറഞ്ഞു, ശീമോനെ, നീ പടകൽപ്പം നീക്കി ആഴത്തിലേക്ക് നീക്കി വലയൊന്ന് ഇറക്കാൻ പറഞ്ഞ ശീമോൻ പറയുക, എന്നെ കൊണ്ട് വയ്യച്ച, കുറച്ച് രാത്രി മുഴുവൻ ഞാൻ ഓടിയ ഓട്ടം എനിക്ക് അറിയത്തുള്ളൂ. ഇനി നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാൻ എനിക്ക് വയ്യ. ഒന്നും മിണ്ടിയില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി. ശീമോൻ പടകും വലയും വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീക്കി നിർത്തി വലയെടുത്ത് ആഴത്തിലേക്ക് ഇറക്കിയത് മാത്രമേ ശീമോൻ ഓർമ്മയുള്ളൂ. ഞാൻ ആ ചിന്ത ഇങ്ങനെ പറഞ്ഞ് വിട പറയാം. യേശു ശീമോനോട് പറഞ്ഞു, ശീമോനെ, വല ഇറക്ക്. എന്റെ ചോദ്യം, ഇന്നലെ ഈ മീൻ എവിടെ പോയി? ഈ കടലിൽ ഇന്നലെ മീനില്ലായിരുന്നു. പക്ഷെ ഇന്നലെ വീശിയതും ഇന്നലെ പറഞ്ഞതും ശീമോനാ. ഇന്ന് പറഞ്ഞത് അഖിലാണ്ട മണ്ഡലത്തെ അണിയിച്ചൊരുക്കിയ ഒരുവനാ. സകല ചരാചരങ്ങളെയും നിർമ്മിച്ച ഒരുവനാ. ആഴക്കടലിലെ മത്സ്യക്കൂട്ടത്തെ കൂമ്പാരമായി കൂട്ടുനിർത്തിയ ഒരുവനാ. വെള്ളത്തെയും കരയെയും തമ്മിൽ വേർതിരിച്ച ഒരുവനാ. ആകാശത്തെയും ഭൂമിയെയും തമ്മിൽ വേർതിരിച്ച ഒരുവനാ. ആകാശമണ്ഡലത്തിൽ താരസമൂഹങ്ങളെ അണിയിച്ചൊരുക്കിയ ഒരുവനുണ്ട്. ഭൂമിയിലെ സകല സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും അതിന്റെ പേര് നിർമ്മിച്ച ഒരുവനുണ്ട്. അവന്റെ വാക്കിന്റെ മുൻപിൽ ഒരു സൃഷ്ടിക്കും ഓടിമാറാൻ കഴിയത്തില്ല. ശീമോനോട് പറയുന്നതിന് മുൻപ് തന്നെ ഉടയവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ മീൻകൂട്ടം ആമേൻ ശീമോന്റെ പടകിന്റെയും വലയുടെയും അരികിലേക്ക് ചലിച്ചു തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ആത്മാവിൽ ഞാൻ ഒരു സന്ദേശം പറയാം. ഇന്നലകളിൽ ഓടി മാറിയത് അരുമനാഥന്റെ ശബ്ദം കേട്ടു തുടങ്ങുമ്പോൾ തന്നെ നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിലേക്കും നിന്റെ ആലയത്തിന്റെ അകത്തളത്തിലേക്കും ആമേൻ ചില മീൻകൂട്ടങ്ങൾ ചലിച്ചു തുടങ്ങുന്നുണ്ട്. ദൈവസഭയോട് ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ഞാൻ പറയുന്നു, ചില മീൻകൂട്ടങ്ങൾ ഈ ദേശത്ത് നിന്ന് ആലയം ലക്ഷ്യമാക്കി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ദൈവസഭ എന്ന പടകിനെ നിറയ്ക്കുവാൻ പര്യാപ്തമായ ചില മീൻകൂട്ടങ്ങൾ അത്രേ.
കരമുയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവസഭ അറിയണം, ദൈവസഭയുടെ അരികിൽ നിന്ന് ഇന്നലകളിൽ ഓടി മാറിയത്, ദൈവജനത്തിന്റെ അരികിൽ നിന്ന് ഇന്നലകളിൽ ഓടി മാറിയത്, ദൈവദാസന്മാരുടെ കണ്ണുകൾക്ക് മറഞ്ഞിരുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ദൃഷ്ടിപഥം പതിയാതെ ഓടി മാറിയത്, ഇന്ന് രാത്രിയിൽ വചനം വിളംബരം ചെയ്യുന്നു. ആത്മനാഥന്റെ സാന്നിധ്യം ആലയത്തിന്റെ അകത്താഗതമായപ്പോൾ അകന്നുപോയ ചില മീൻകൂട്ടങ്ങൾ ആലയം ലക്ഷ്യമാക്കി ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൊക്കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചില മീൻകൂട്ടങ്ങൾ കൂട്ടം കൂട്ടമായി ആലയത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ അതിവിദൂരമൊന്നുമല്ല. പ്രാർത്ഥിപ്പാൻ ചങ്കൂറ്റമുള്ളവർ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞങ്ങളത് ആത്മദൃഷ്ടിയിൽ കണ്ടു തുടങ്ങുന്നു. ചില മീൻകൂട്ടങ്ങൾ ഇന്ന് രാത്രിയിൽ ചലിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ശൂന്യമായി ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിരാശയുടെ നീർച്ചുടിയിലിരുന്ന പാമൻ ശീമോന് ആ പടകവൻ നിറച്ചു കൊടുത്തു. കരമുയർത്തി സ്വോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ രണ്ടാമത്തെ ചിന്തയിലേക്കും പ്രവേശിക്കണം, അറിയണം. ആമേൻ. ഒന്നാമത്തെ ചിന്തയിൽ 3 വ്യക്തികൾ, ഒന്ന് പുരുഷാരം, ഒന്ന് യേശു, ആമേൻ. അടുത്തത് ആമേൻ ശീമോൻ എന്ന് പറയുന്ന വ്യക്തി. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ശീമോന് വിടുതൽ നൽകുന്നത് ആര് കാണുന്നുണ്ട്? പുരുഷാരം കാണുന്നുണ്ട്. രണ്ടാം ഭാഗത്തേക്ക് ഓടി വരികയാ. ആമേൻ. പാമൻ ഗനസരത്ത് തടാകത്തിന്റെ കരയിൽ ഉപദേശിച്ച യേശു അടുത്ത സ്റ്റെപ്പ് വരുന്നത് പട്ടണത്തിലിരുന്ന ഉപദേശിക്കുന്നത്. എവിടെ ഇരുന്നാണ്? നിങ്ങൾ എൻ്റെ കൂടെ വന്നേ. എവിടെ ഇരുന്നാണ്? പട്ടണത്തിലിരുന്ന് യേശു ഉപദേശിക്കുന്നു. പട്ടണത്തിൽ ആരുണ്ട്? യേശുവുണ്ട്. പട്ടണത്തിൽ മറ്റാരുണ്ട്? പുരുഷാരമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ 2 വ്യക്തിത്വങ്ങളല്ലാതെ മൂന്നാമതൊരു വ്യക്തി അവിടെ ഓടി വരികയാണ്. ആ വ്യക്തിയുടെ പേരെന്താണ്? കുഷ്ഠരോഗി. എന്താ പേര്? കുഷ്ഠരോഗി. അങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. തോമാച്ചെന്നൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? കുഷ്ഠരോഗി എന്ന്. ഇനി കുഷ്ഠരോഗി വരുന്നത് വീടിന്റെ അകത്തുനിന്നല്ല. കുഷ്ഠരോഗി വരുന്നത് അവരുടെ സഹോദരങ്ങളുടെ കല്യാണപ്പോരല്ല വരുന്നത്. കുഷ്ഠരോഗി വരുന്നത് പട്ടണത്തിന്റെ പുറത്തു നിന്നാ. അർത്ഥാൽ ഈ മനുഷ്യന്റെ കിടപ്പും ഇരിപ്പും നടപ്പും ജീവിതവുമെല്ലാം പട്ടണത്തിന്റെ പുറത്താ. എന്താ കാരണമെന്നറിയണമെങ്കിൽ ആമീൻ വായിക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ലേവ്യ പുസ്തകം വരെ നമുക്കൊന്ന് പോകണം. അവിടെ ഈ പദം പറഞ്ഞിട്ടുണ്ട്. ആമീൻ. ഒരു മനുഷ്യന്റെ കൈമേലോ ശരീരത്തിന്മേലോ വെളുത്ത വടു കണ്ടാൽ, പാടുകൾ കണ്ടാൽ, അവന് ഹോസ്പിറ്റലിൽ പോകാനോ ആമീൻ ആശുപത്രികളിലോ മറ്റ് മെഡിക്കൽ പരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിനോ പോകാൻ അവൻ അന്ന് അനുവാദമില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ മനുഷ്യൻ നേരെ മഹാപുരോഹിതന്റെ അരികിൽ പോകണം. എവിടെയാ പോകേണ്ടത്? മഹാപുരോഹിതന്റെ അരികിൽ പോകണം. ആ മഹാപുരോഹിതന്റെ അരികിൽ ചെന്നിട്ട് ആമേൻ മഹാപുരോഹിതനെ ഇത് കാണിച്ച് ആ മഹാപുരോഹിതൻ ആദ്യത്തെ 7 ദിവസത്തേക്ക് ഈ മനുഷ്യന് ആമേൻ യാഗങ്ങളും യോഗങ്ങളും കർമ്മങ്ങളും കർമാദികളും നേർച്ചകളും കാഴ്ചകളും എല്ലാം ചെയ്ത് ഇവനെ എന്ത് ചെയ്യും? ആദ്യത്തെ 7 ദിവസം അടച്ചിടും. പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ഈ മനുഷ്യനെ അടച്ചിടും. ആമേൻ. ആദ്യത്തെ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യനെ പുറത്തു കൊണ്ടുവരും. വീണ്ടും ആമേൻ ശുദ്ധീകരണ കാലം തികയുന്നത് വരെ വീണ്ടും അടുത്ത 7 ദിവസത്തേക്കും അടച്ചിടണം. എന്താണെന്നറിയാമോ? ആമേൻ ഈ പാട് ഇത് ആമേൻ പടരുന്ന പാടാണോ പകരുന്ന പാടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആമേൻ ഈ മനുഷ്യനെ അടുത്ത 7 ദിവസത്തേക്ക് അടച്ചിടും. അടുത്ത 7 ദിവസം കൂടി കഴിയുമ്പോൾ ഈ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് ആമേൻ ഈ പാട് നോക്കിക്കഴിയുമ്പോൾ മഹാപുരോഹിതൻ പറയും, മക്കളെ ഒന്നല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കാം. ഇത് രണ്ടും നടക്കുകയില്ല കേട്ടോ. നമ്മുടെ ആരാധന നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. മക്കൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പുറത്ത് പോയി നിങ്ങൾ കളിക്കും, എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു വിരോധമില്ല. ആത്മീയ ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മുടെ പിള്ളേർ ഇത് ചെയ്യാൻ പാടില്ല. കർശനമായിട്ട് ഇവിടെ നാളെ എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പറയും കേട്ടോ. അല്ല ഞാൻ പിടിച്ച് എഴുന്നേറ്റ് ഇവിടെ മുട്ട നിർത്തിക്കുക. ഓർത്തോണം, നമ്മുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് യാതൊരു വിധത്തിലും നിങ്ങൾ എന്ത് ചെയ്ത്. മക്കൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. കരമുയർത്തി സ്വോത്രം പറഞ്ഞാട്ടെ. ഇത് നമ്മൾ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇവർ വീണ്ടും എന്ത് ചെയ്യും? ആവർത്തിക്കും. വേറെ ആരെങ്കിലും വരുമ്പോൾ അത് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകും. നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുത്. എൻ്റെ സ്വഭാവം ഇതാ. ഇതിൽ കൂടുതൽ ഈ സ്വഭാവം ഇനി മാറ്റാനായിട്ട് പറ്റത്തില്ല. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അപ്പോൾ ആമേൻ ഈ 7 ദിവസം കൂടി കഴിയുമ്പോൾ ആമേൻ ഈ മനുഷ്യനെ പുറത്തു കൊണ്ടുവരും. ആ പുറത്തു കൊണ്ടുവന്ന മനുഷ്യന്റെ ശരീരത്തിലെ പാട് നോക്കും. പാട് നോക്കിയതിന് ശേഷം അത് വസ്ത്രത്തിലേക്ക് പടരുന്നതാണ് എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ പറയും, ഇവൻ എന്താണ്? കുഷ്ഠ
കയറ്റമാണ്. അതുകൊണ്ട് ഇവൻ പാളയത്തിന്റെ പുറത്ത് എന്ത് ചെയ്യണം? പാർക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അടുത്ത പദം ഇങ്ങനെയാണ്: കുഷ്ഠം പിടിച്ച ഇവൻ അശുദ്ധനാകൊണ്ട് പട്ടണത്തിന്റെ അകത്തോ പാളയത്തിന്റെ അകത്തോ ഇവനെ താമസിപ്പിക്കാൻ പാടില്ല. ന്യായപ്രമാണം അനുസരിച്ച് കുഷ്ഠം പിടിച്ചവൻ കഷ്ടം അനുഭവിച്ച് ജീവിതം നഷ്ടമായി അശുദ്ധനാണെന്ന് പറഞ്ഞ് പട്ടണത്തിന്റെ പുറത്ത് വെളിമ്പ്രദേശത്ത് പോയി താമസിക്കണം. അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്ത നരകയാതനയാ, വല്ലാത്ത ഒരു ഗതികെട്ട ജീവിതമാ. ആമേൻ. ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരു കുഷ്ഠരോഗി മാത്രമല്ല പാളയത്തിന്റെ പുറത്ത് കിടക്കുന്നത്, ഒരു കുഷ്ഠരോഗി മാത്രമല്ല പട്ടണത്തിന്റെ പുറത്ത് ജീവിക്കുന്നത്. നിരവധി കുഷ്ഠരോഗികളുണ്ട്. അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? കാലാവസ്ഥയുടെ വ്യതിയാനവും മഴയും വെയിലും ആമേൻ മറ്റ് സമ്മിശ്രമായി കടന്നു വരുന്ന കാലാവസ്ഥയെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് വല്ലാത്തൊരു നരകയാതനയാ. ഒന്നും കൂടി പറഞ്ഞാൽ നല്ലൊരു ബന്ധങ്ങളില്ല, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല, നല്ലൊരു വസ്ത്രമില്ല, നല്ല സ്ഥലത്ത് കിടന്നുറങ്ങാൻ കഴിയത്തില്ല. കാണുന്നവരെല്ലാം ആട്ടിപ്പായിക്കുകയാ, കാണുന്നവരെല്ലാം ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിയാൻ കാത്ത് കുത്തി നിൽക്കുന്നവരാ. പക്ഷെ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ഒന്നറിയണം: ആരെയൊക്കെയോ ഒറ്റപ്പെടുത്തി പാളയത്തിന്റെയും പട്ടണത്തിന്റെയും പുറത്തേക്ക് അശുദ്ധനാണെന്നും അശുദ്ധയാണെന്നും പറഞ്ഞ് തള്ളിയിട്ടുണ്ടെങ്കിൽ അധിക്ഷേപിച്ചവരുടെ മുൻപിൽ വെച്ച് ആദരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇന്നലകളിൽ നിന്നെ ആരൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ടോ? ഇന്നലകളിൽ ആരൊക്കെ നിന്നെ അപമാനിച്ചിട്ടുണ്ടോ? ഇന്നലകളിൽ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അവരുടെ നടുവിൽ കൊണ്ടുവന്ന് സ്വർഗം നിന്നെ ആദരിക്കുന്ന മാസങ്ങളാണ്. വിശ്വാസമുള്ളവർ കരമുയർത്തിപ്പിടിച്ച് നല്ലൊരാമേൻ പറയട്ടെ. നിങ്ങൾ നോക്കിക്കേ, ഈ മനുഷ്യന് പട്ടണത്തിന്റെ അകത്ത് കയറാൻ അനുമതിയില്ല. ഈ മനുഷ്യൻ പട്ടണത്തിന്റെ അകത്ത് കയറിയാൽ കല്ലെറിഞ്ഞ് എന്ത് ചെയ്യണം? കൊല്ലണം. അങ്ങനെ വല്ലാത്തൊരു ആമീൻ ദുരാചാരത്തിന്റെ അവസ്ഥ നിലനിൽക്കുന്ന സമയം ഈ മനുഷ്യൻ പട്ടണത്തിലേക്കുള്ള സകല വാതിലുകളും അടയപ്പെട്ട് പട്ടണത്തിന്റെ പുറത്ത് ജീവിക്കുന്ന സമയം. ഞാൻ ഇങ്ങനെ അതിനെ പറയാറുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണം. വല്ലാത്തൊരു ഗതികേടിന്റെ സമയത്താ ഒരു വീട് വെച്ചത്. അതിന്റെ ലോണ് പോലും മര്യാദയ്ക്ക് അടച്ചു തീർക്കാൻ എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. ആ വീടിന്റെ അകത്ത് നല്ല നേരം കൊണ്ട് ഒരു ദിവസം പോലും എന്ത് ചെയ്തിട്ടില്ല? അന്തി ഉറങ്ങിയിട്ടില്ല. ആമേൻ. 32 വയസ്സ് കഴിഞ്ഞപ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത വട്ടം കറങ്ങി നടക്കുന്ന സമയത്താണ് നല്ലൊരു പെണ്ണിനെ കിട്ടിയത്. ആ പെണ്ണിനെ കിട്ടി ആറ്റുനോറ്റ് 8 വർഷം കാത്തുകുത്തിയിരുന്നപ്പോൾ 2 മക്കളെയും കൂടി കിട്ടിയത്. അങ്ങനെ ആ മക്കളെ ഒന്ന് കൊഞ്ചിച്ച് തീരുന്നതിന് മുൻപാണ് കുഷ്ഠമാണെന്നും പറഞ്ഞ് ജീവിതത്തിലേക്ക് നഷ്ടം കടന്നു വന്ന് കഷ്ടത അനുഭവിക്കാൻ വേണ്ടിയിട്ട് പട്ടണത്തിന്റെ പുറത്തേക്ക് പുറംതള്ളപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരോ ബന്ധുക്കാരോ വീട്ടുകാരോ നാട്ടുകാരോ ജന്മസ്ഥലത്തോ ജന്മം നൽകിയ വീട്ടിലോ മാതാപിതാക്കളുടെ ഒപ്പം താമസിക്കാൻ കഴിയാത്ത വല്ലാത്ത ദുരന്തം പേറിക്കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ പട്ടണത്തിന്റെ പുറത്ത് കിടക്കുമ്പോൾ ദേ യേശു പട്ടണത്തിന്റെ അകത്ത് വരുന്നു. അർത്ഥാൽ നിന്നെ എവിടെ തള്ളിക്കളഞ്ഞോ ആ തള്ളിക്കളയപ്പെട്ട അതേ സ്ഥലത്ത് യേശു വരും. എന്തിനാ യേശു വരുന്നതെന്നറിയാമോ? യേശു വന്നതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, നീ ജീവിക്കേണ്ടത് പട്ടണത്തിന്റെ അകത്താ. നല്ലൊരു അമ്മയും പറഞ്ഞേ. നമ്മൾ ജീവിക്കേണ്ടത് എവിടെയാണ്? പട്ടണത്തിന്റെ അകത്താ. പക്ഷെ ഇപ്പോൾ ജീവിക്കേണ്ടത് വല്ലാത്ത ഗതികേടിന്റെ അവസ്ഥയിൽ പട്ടണത്തിന്റെ പുറത്താ. പക്ഷെ യേശുവിനറിയാം ഇവൻ പട്ടണത്തിന്റെ അകത്ത് തന്നെ ജീവിക്കണമെങ്കിൽ ഇവനെ ഞാൻ പട്ടണത്തിന്റെ അകത്ത് കൊണ്ടുവരണം. നല്ലൊരു ആമേൻ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ നിന്നെ ഇന്നലകളിൽ അധിക്ഷേപിച്ച ചില സ്ഥലമുണ്ടല്ലോ, നിന്നെ ഇന്നലകളിൽ നിന്ദിച്ച ചില സ്ഥലമുണ്ടല്ലോ, നിന്നെ ഇന്നലകളിൽ മാറ്റി നിർത്തിയ ചില സ്ഥലമുണ്ടല്ലോ, ഇന്നലകളിൽ നിന്നെ പരിഹസിച്ച അപമാനത്തിന്റെ അവസ്ഥകളിലൂടെ നിന്നെ തള്ളിക്കളഞ്ഞ ചില സ്ഥലമുണ്ടല്ലോ. സ്വർഗം പറയുന്ന അപ്പുറത്തല്ല നിന്നെ മാനിക്കുന്നത്, നിന്നെ തള്ളിക്കളഞ്ഞ സ്ഥലത്താ സ്വർഗം മാനിക്കാൻ പോകുന്നത്. എത്ര പേർക്ക് കരമുയർത്തി ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആ വാക്ക് ഞാൻ ഇങ്ങനെ പറയാം: അധിക്ഷേപിച്ചവരുടെ നടുവിൽ ആദരിക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ തള്ളിക്കളഞ്ഞ അതേ സ്ഥലത്ത്, എന്നെ മാറ്റി നിർത്തി അതേ പട്ടണത്തിന്റെ അകത്ത് എന്നെ നേരോടെ നിർത്തി എന്നെ ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട്. കൊക്കോതമംഗലത്തിന്റെ അകത്ത് നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ നിന്നെ നെടുമങ്ങാട് കൊണ്ടുവന്നിട്ടല്ല മാനിക്കുന്നത്,
കൊക്കോതമംഗലത്തിന്റെ ഹൃദയഭാഗത്ത് പച്ചമണ്ണിന്റെ അകത്ത് കാലൂന്ന് നിർത്തിക്കൊണ്ട് നിന്നെ എന്റെ സ്വർഗം ഉയർത്തും. രാത്രിയിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, കുഞ്ഞേ, അപമാനിക്കപ്പെട്ട ഏതൊക്കെയോ മേഖലകളുണ്ട്, അപമാനിക്കപ്പെട്ട അതേ സ്ഥലത്ത് സ്വർഗം നിന്നെ മാനിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ഇതും കൂടി നീ കേട്ടോ. നിന്റെ സ്വത്തുക്കളും സമ്പത്തുകളെല്ലാം നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തിട്ട് പലരും നിന്നെ തള്ളിക്കളഞ്ഞതാ. ആമേൻ. നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ കഴിയുന്ന സകലതും മേടിച്ചെടുത്തതിന് ശേഷം ആമേൻ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട ഗതികെട്ട ജീവിതത്തിന്റെ ഉടമയാണ് നീ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ മേടിച്ചെടുത്ത നിന്റെ സ്വത്തുക്കളുണ്ടോ ആ സ്വത്തിന്റെ അകത്ത് കൊണ്ടുവന്ന് നിന്നെ നിർത്തി നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ആമേൻ ആദരിക്കപ്പെടാൻ പോകുകയാണ്. ഈ മാസം തന്നെ നിന്നെ ആദരിക്കാൻ പോകുകയാണ്. ഈ 2025 ഈ 5-ാം മാസത്തിൽ സ്വർഗം നിന്നെ ആദരിക്കാൻ പോകുകയാ. അടുത്തയൊരു ദിവസത്തേക്കല്ല, അടുത്തയൊരു വർഷത്തേക്കല്ല, അടുത്ത ചില മാസങ്ങളിലേക്കല്ല. ഈ 2025 5-ാമത്തെ മാസം ദൈവദാസനെ പ്രാർത്ഥിച്ചു, ഈ കൊക്കോതമംഗലത്തിന്റെ അകത്ത് വെച്ച് തന്നെ സ്വർഗം നിന്നെ ആദരിക്കുമെന്ന്. സ്തോത്രം. അപ്പോൾ അശുദ്ധൻ എന്ന് മുദ്രകുത്തി മഹാപുരോഹിതൻ പട്ടണത്തിന്റെ പുറത്തേക്ക് അവനെ പറഞ്ഞു വിട്ടു. വാതിൽ പട്ടണത്തിന്റെ കൊട്ടിയടച്ചു. പട്ടണത്തിന്റെ അകത്തേക്ക് അവന് പ്രവേശിക്കാൻ അനുമതിയില്ല. ശ്രദ്ധിച്ചു കേൾക്കണം, വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് മുൻപ്. പട്ടണത്തിന്റെ പുറത്താക്കപ്പെട്ട ഈ മനുഷ്യൻ പട്ടണത്തിന്റെ പുറത്ത് കിടക്കുമ്പോൾ പട്ടണത്തിന്റെ അകത്ത് ഒരുവൻ വരുന്നു. പട്ടണത്തിന്റെ പുറത്ത് കിടക്കുന്നവനെ തേടി. സ്തോത്രം പറഞ്ഞേ. പട്ടണത്തിന്റെ അകത്ത് യേശു ഇരുന്നപ്പോൾ പട്ടണത്തിന്റെ പുറത്ത് കിടക്കുന്നവൻ ആര് വാതിൽ തുറന്നു കൊടുക്കും? ചിന്ത. ന്യായപ്രമാണം അനുസരിച്ച് കുഷ്ഠരോഗി പട്ടണത്തിന്റെ അകത്ത് കയറിയാൽ അവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. നമ്മുടെ ഇടയിലും ഉണ്ട് അങ്ങനെ ചിലത്. പള്ളി ബൈബിളുമായിട്ട് വന്നില്ലെങ്കിലും കല്ലുമായിട്ട് വരുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ചിലതൊക്കെ ബൈബിളുമായിട്ട് വരത്തില്ല, കല്ലുമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. തെളിവ് ഞാൻ തരാം. പാപിനിയായ സ്ത്രീയെ ഇവന്മാരെല്ലാം കൂടി എന്ത് ചെയ്തു? പിടിച്ച് ആരുടെ അടുത്ത് കൊണ്ടുവന്നു? യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു തിരിഞ്ഞൊരു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം? നിങ്ങളിൽ പാപമില്ലാത്തവൻ. അപ്പൊ യേശു ശരിക്കും ഇവന്മാരെയും കണ്ട് ഇവന്മാരുടെ കയ്യിലിരിക്കുന്ന കല്ലും കണ്ട്. കല്ലു വിട്ടിട്ട് എൻ്റെ നാടൻ ഭാഷ പറഞ്ഞ ഉപ്പൂറ്റി നെറുകുന്തലയ്ക്ക് അടിക്കുന്ന ഓട്ടത്തിലാണ് ഓടിയത് അവന്മാര്. അപ്പം ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലേണ്ടുന്ന ചില പ്രവർത്തികളുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, പട്ടണത്തിന്റെ അകത്തുള്ള ചില പുരുഷാരം കല്ലുമായിട്ട് അതിക്കുന്നേ. ഈ എറിയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ചില ആളുകളുണ്ട്. എന്തോ പറഞ്ഞാലും എറിയും. ഒരു ദൈവാലോചന പറഞ്ഞാൽ അതിനെ എറിയും. ഇനി അറിയാതെ വായിൽ നിന്നൊരു വാക്ക് വീണു പോയാൽ അതിനും എറിയും. ഇനി മിണ്ടാതിരുന്നാലോ അതിനും എറിയും. ചിലതിനെ പേടിച്ചിട്ട് മിണ്ടാനും പറ്റത്തില്ല. എന്നാൽ മിണ്ടിയാൽ അതും പ്രശ്നമാണ്. ഇനി നല്ലത് പറഞ്ഞ്, ഞങ്ങളുടെ നാട്ടിൽ പറയും, കോഴീനെയൊക്കെ വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും അത് നിലവിളിക്കും എന്ന് പറയുന്ന പോലെ ചില ആളുകൾ ഇങ്ങനെ തക്കം പാർത്ത് ഉന്നം പിടിച്ച് നിൽക്കുക, ഒരു കണ്ണും അടച്ചു പിടിച്ച്. എന്താ കാരണം? ഇവൻ പട്ടണത്തിന്റെ അകത്ത് കയറിയാൽ ഇവനെ എന്ത് ചെയ്യണം? എറിയണം. പക്ഷെ ഒന്ന് നിങ്ങൾ അറിയണം, നീ ഓടുന്നത് യേശുവിന്റെ അരികിലേക്കാണെങ്കിൽ, കുഞ്ഞെ ഇന്ന് രാത്രിയിൽ അറിഞ്ഞോ, ഒരെണ്ണത്തിന്റെ കല്ല് പോലും നിന്റെ ദേഹത്ത് വീഴത്തില്ല. നല്ലൊരു ആമയും പറഞ്ഞേ. എടാ, ഓങ്ങി നിൽക്കുന്ന ഒരെണ്ണം പോലും നിന്നെ എറിയാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീ ഓടുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? നിന്റെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ? നിന്റെ ആവശ്യം എന്താണെന്നറിയാമോ? പട്ടണത്തിന്റെ പുറത്തു കിടക്കുന്ന നിനക്ക് പട്ടണത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ഒരുവൻ വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. അവന്റെ പേരത്രേ നസ്രയനായ യേശു ക്രിസ്തു. മഹാപുരോഹിതന്മാർ കൊട്ടിയടച്ച സകല വാതിലുകളും ഇന്ന് രാത്രിയിൽ എന്റെ യേശു തുറന്നു കൊടുത്തത് കൊണ്ട് അവന് പട്ടണത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ അനുവാദം ലഭിച്ചു. വിശ്വാസമുള്ളവർ കരമുയർത്തി ആമേൻ പറയട്ടെ.
അവൻ പട്ടണത്തിൻ്റെ അകത്തേക്ക് ഓടിക്കയറി. ആ ഭാഗം കൂടി പറഞ്ഞങ്ങ് വിട്ട് മൂന്നാമത്തെ ചിന്ത പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നോക്കിക്കേ, പട്ടണത്തിൻ്റെ അകത്ത് കയറിയ ഇവൻ യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിനോട് പറഞ്ഞു, നാഥാ, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ, ഞാൻ ആ ചിന്ത ഒന്നും കൂടി വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചിന്ത അടുത്ത പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയാണ്, സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം ഞാൻ സിസ്റ്ററോട് പറയുക, സിസ്റ്റർ മനസ്സുണ്ടെങ്കിൽ പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കും അത്? ഇല്ലേ? അച്ചായൻ എന്നെ നിങ്ങൾ പ്രസംഗിക്കാനായിട്ട് വിളിച്ച പാസ്റ്ററെ, അടുത്തത് ദൈവവചനം പ്രസംഗിക്കാൻ നമ്മുടെ ജോബി പാസ്റ്റർ ഇപ്പം മുന്നോട്ട് കിടന്നത്, മനസ്സുണ്ടെങ്കിൽ വന്ന് പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. അതിലെങ്ങാനും വഴിയുണ്ടെങ്കിൽ പുള്ളി വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അതിൽ ചാടി സ്ഥലം വിടും. ഇല്ലേ? സ്തോത്രം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ കീബോർഡ് വായിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ അന്നേരം അത് കെട്ടിപ്പറക്കി എടുത്തുകൊണ്ട് പോകും. അല്ല, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ചോദ്യം നിങ്ങളും ശ്രദ്ധിക്കുക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യുക? ശുദ്ധമാക്കുക. അതിൻ്റെ അർത്ഥം ഞാനൊന്ന് പഠിച്ചത് എന്താണെന്ന് അറിയാമോ? മനസ്സില്ലാത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അടുത്തത്, ഞാൻ അശുദ്ധനാണെന്ന് പറഞ്ഞ മഹാപുരോഹിതന്മാരിവിടെ. അപ്പൊ ഈ മനസ്സില്ലാത്ത ആളുകളുടെ മുൻപിൽ നീ എന്നെ ഒന്ന് ശുദ്ധനാക്കണം. നല്ല രാമയും പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇനി യേശു പട്ടണത്തിൽ വന്നപ്പോൾ മനസ്സുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തൊട്ട് ശുദ്ധമാക്ക എന്ന് പറഞ്ഞതിൻ്റെ കാരണം, എടാ, മഹാപുരോഹിതനാ പറഞ്ഞത് ഇവൻ അശുദ്ധനാണെന്ന്. യേശുവിനെ ക്രൂശിക്കാൻ പറഞ്ഞ് വിട്ടവന്മാരാ. വേണ്ടിയില്ല. ആ മഹാപുരോഹിതൻ അത്രയും ഒരു അധികാരമുണ്ട്. പക്ഷേ യേശു മഹാപുരോഹിതനല്ല, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാ. അർത്ഥാൽ മഹാപുരോഹിതന്മാർക്ക് കഴിയാത്തത് എൻ്റെ യേശുവിനെ കൊണ്ട് കഴിയുമെന്ന് കുഷ്ഠരോഗിക്കറിഞ്ഞു. മൂന്നാം ഭാഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. മൂന്നാമത്തത്, നടവരമ്പുകളും പാടവരമ്പുകളും കയറോടുകളും റോഡുകളും ഇടവഴികളും നടവഴികളും ആമീൻ പാടങ്ങളും എല്ലാം ചാടിയിറങ്ങി, മലമടക്കുകളും പാറക്കെട്ടുകളും കുന്നുകളുമെല്ലാം കയറിയിറങ്ങി ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് 4 പേർ നടന്നു വരുന്നു. നടന്നു വന്ന് വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ വഴി അവസാനിച്ചു. അകത്തോട്ട് കയറാൻ ആവതില്ലാതെ മുറ്റത്ത് പകച്ചു നിന്നപ്പോൾ സ്വർഗം പറയുന്നു, നിന്റെ വഴി അവസാനിച്ചിടത്ത് ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ 4 കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. വഴി അടഞ്ഞു നിൽക്കുന്നവർക്ക് വേണ്ടി സ്വർഗം വഴി തുറന്നാൽ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ ആർക്കും വെളിപ്പെടുത്താത്ത വഴിയാം നിനക്ക് വെളിപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് വരെ ആരും കാണാത്ത ചില വഴികളാണ് സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ചിന്തയും കൂടി പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ തന്നെ എൻ്റെ യേശു നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ. മൂന്നാമത്തെ ചിന്ത എന്താണെന്നറിയാമോ? ആമീൻ, അന്ന് തന്നെ യേശു നിനക്ക് വഴി തുറക്കാൻ പോകുകയാ. നാലാമത്തെ ചിന്തയും കൂടി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ നാക്കുപോലും നിനക്കെതിരെ ചലിക്കാത്ത നിലവാരത്തില് ഈ ദൈവസഭയോട് ഇന്ന് പകൽ രാത്രിയിൽ ഒരു സന്ദേശം ഞാൻ പറയുകയാണ്. ഒരു മനുഷ്യന്റെ നാവ് പോലും നിനക്കെതിരെ ഉയരാത്ത രീതിയിൽ സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. പുരുഷാരം കേതുവായി അവനെ അകത്തുകൊണ്ട് ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട്, സഹോദരങ്ങളെ, വഴി കാണാതെ പകച്ചു നിൽക്കുന്ന 3 സഹോദരങ്ങൾ. ഒന്ന്, നിരാശയുടെ നീർച്ചുടിയിലിരിക്കുന്ന ഷീമോൻ. ഇല്ലായ്മയുടെ ഉപജീവനത്തിൻ്റെ വഴി എന്താകുമെന്ന് അന്വേഷിച്ച് പടകിൻ്റെ അകത്തിരിക്കുമ്പോൾ ആത്മനാഥൻ പടക് നിറച്ചു കൊടുത്തു, ഉപജീവനത്തിൻ്റെ വഴി തുറന്നു കൊടുത്തു. രണ്ടാമത്, കുഷ്ഠരോഗിക്ക് പട്ടണത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പട്ടണത്തിൻ്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. യേശു പട്ടണത്തിലിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ സകല കരിനിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പട്ടണത്തിൻ്റെ വാതിൽ അവന് വിശാലമായി തുറന്നു കൊടുത്തു. ഇന്ന് രാത്രിയിൽ മൂന്നാമത്തെ ചിന്ത, വഴി കാണാതെ വീടിൻ്റെ അകത്ത് പ്രവേശിക്കാൻ കഴിയാതെ യേശുവിൻ്റെ മുൻപിൽ ഇറക്കി വെക്കാൻ ആവതില്ലാതെ മുറ്റത്തിറക്കി വെക്കേണ്ടുന്ന ഗതികേട് അനുഭവിച്ചവന് സ്വർഗം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാണ്. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, മറന്നു പോകരുത്, വഴി അടഞ്ഞു നിൽക്കുന്നവർക്ക് സ്വർഗം വഴി തുറക്കാൻ പോകുകയാണ്.
ഒരു നിമിഷം എല്ലാ കണ്ണുകളും നടഞ്ഞേ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഒരു നിമിഷം കഴിയുമെങ്കിൽ എല്ലാവരും വേഗത്തിലൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വെളിപ്പെടേണ്ടതിനായി, അസാധാരണമായൊരു വഴി എനിക്കും നിങ്ങൾക്കും തുറന്നു തരേണ്ടതിനായി ഇന്ന് രാത്രിയിൽ എല്ലാവരും സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായൊരു വഴി ഇന്ന് രാത്രിയിൽ ഒന്ന് തുറന്നു വരണം. ആമേൻ. പല മേഖലകളിലും ഞങ്ങളുടെ വഴികളെല്ലാം അടഞ്ഞു പോയിരിക്കുകയാ. പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ വാതിലുകളെല്ലാം അടഞ്ഞു പോയിരിക്കുകയാ. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം ആമേൻ 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കും, അവൻ നിനക്ക് വഴി ഒരുക്കും. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്? നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു നല്ലവനായ അപ്പനുണ്ട്. വിശ്വാസമുള്ളവർ മാത്രം ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞു തുടങ്ങിയേക്കേ. Thank you, Jesus. Praise the Lord. Hallelujah. Thank you, Jesus. കൃപാകടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ, കൃപാകടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ, മടങ്ങുകില്ലിൻ നീ വീടും നീ ഞാൻ, മടങ്ങുകില്ലിൻ നീ വീടും നീ ഞാൻ, പ്രവാഹമെന്മേൽ നിൻ എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. നിൻ പ്രവാഹമെന്മേലൊഴുകാതിരുന്ന, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകാതിരുന്ന, രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ, രക്ഷയാം ദിവ്യ സ്നേഹ കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കിയിടണമേ, പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. എത്ര പേരിന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്, എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്? ഇന്ന് രാത്രിയിൽ അവന്റെ പ്രവൃത്തി അഗോചരമാണ്, അതെന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. ഞാൻ എന്റെ ഭവനത്തിൽ എത്തുന്നതിന് മുൻപ്, ഞാൻ എന്റെ വീട് അണയുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി വാതിൽ തുറന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു നല്ല അപ്പൻ എന്നോട് കൂടെയുണ്ട്. വിശ്വാസമുള്ള ദൈവമക്കൾ രണ്ട് കരവും ചേർത്തടിച്ച് ചില മിനിറ്റുകൾ യേശുവിനെ ആരാധിക്കട്ടെ. യേശുവിന്റെ രക്തം